അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നട്ട് ക്രീം പുഡിംഗാണ് ഇത്. കുറേ വർഷമായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയ പുഡിംഗാണ്. ഏകദേശം 10-25 വർഷത്തിന് മേലെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. കാരണം നമ്മൾ പുഡിംഗ് പഠിച്ച് വരുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിയ പുഡിംഗാണ്. ഇതിനൊരു പാക്കറ്റ് പാലെടുക്കുക, അതിലേക്ക് ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിക്കാം. നന്നായിട്ട് തിളച്ച് വന്നതിന് ഫ്ലെയിം ഓഫ് ചെയ്യുക. 10 ഗ്രാം ചൈന ഗ്രാസ് ആദ്യം സോക്ക് ചെയ്ത് വെക്കുക. നമ്മൾ അത് സോക്ക് ചെയ്തിട്ട് അത് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുക. ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്ത് നമ്മൾ ആ പുഡിംഗ് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക അതിലേക്ക്. പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇടാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ്ങാണ്, ഭയങ്കര ഈസിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു പുഡിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പുഡിംഗ് ബൗളിൽ മാറ്റിയതിന് ശേഷം അത് നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയത്ത് നമ്മൾ കുറച്ച് ക്രീം മിക്സ് ഉണ്ടാക്കണം. അതായത് ഫ്രഷ് ക്രീമില്ലേ, ഫ്രഷ് ക്രീം, ഒരു ടിന്ന് ഫ്രഷ് ക്രീം, അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത്, പിന്നെ ഒരു 2 ഐസ് ക്യൂബ്സ്, 2-3 ഐസ് ക്യൂബ്സ് ഇടുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേർക്കുക. കാരണം ഫസ്റ്റ് ലെയർ വൈറ്റ് ആയതുകൊണ്ട് മേലെ അധികം കളർ ചേർക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് ലെയർ വേണമെങ്കിൽ കളർ ചേർക്കാം. ഒന്നുമില്ല, അത് നന്നായിട്ട് അടിച്ചതിന് ശേഷം ഇതിങ്ങനെ മേലെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഒരു 1/4 കപ്പോളം അണ്ടിപ്പരിപ്പ് പൊടിച്ചെടുക്കുക. അതാണ് ഇതിന് നട്ട് ക്രീം എന്ന് പേര് വന്നത്. മേലെ നട്ട്സും ക്രീമുമാണ്. എന്നിട്ട് പൊടിച്ചത് മേലെ ഇട്ട് കൊടുക്കുക. നമ്മൾ പുഡിങ് റെഡി ആയിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ പിസ്തയും ബദാമും അണ്ടിയും ചെറുതായിട്ട് നല്ല ക്രഷ് ചെയ്തിട്ട് അതിനെ കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ഇവിടെ എല്ലാവരും ഫേവറേറ്റ് ആണ്. കാരണം നമ്മൾ പണ്ട് അങ്ങനെ പുഡിങ് അത്ര പ്രാബല്യത്തിലില്ലാത്ത സമയത്ത് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയ പുഡിങ്ങാണിത്. ഞാൻ ഇതേപോലെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവരും ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്കിനി അടിപൊളി റെസിപ്പിയുമായി കാണാം. ബൈ.